നമസ്കാരം. റഷ്യ ഉത്തര കൊറിയ ബന്ധം ശക്തമാകുന്നതോടെ പരാതിയുമായി നടക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡും ചൈന സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിന് ഈ വെപ്രാളം ഇളകിയതെന്നാണ് യാഥാർത്ഥ്യം. അതായത് രണ്ട് പ്രമുഖ ശക്തികളായ റഷ്യയും ഉത്തര കൊറിയയുമായുള്ള ബന്ധം തീരെ അങ്ങ് പിടിക്കാതായതോടെയാണ് ഇരു രാജ്യങ്ങളുമായി ചൈന ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റാരുമല്ല, ട്രംപ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജാപ്പനീസ് സൈന്യത്തിനെതിരെ നേടിയ വിജയത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചൈന സൈനിക പരേഡ് നടത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാന്തോ എന്നിവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയുമായുള്ള സൗഹൃദം ഉലയുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ സന്ദർശിക്കാനെത്തുകയും ചെയ്തു. ഇതെല്ലാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ട്രംപിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. റഷ്യയും ഉത്തര കൊറിയയുമായി ചേർന്ന് US-നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഗൂഢാലോചന നടത്തുകയാണ് എന്നാണ് ട്രംപിന്റെ ആരോപണം. US-നെതിരെ ഗൂഢാലോചന നടത്തുന്നതിനിടെ തന്റെ ഊഷ്മളമായ ആശംസകൾ വ്ളാഡിമിർ പുടിനെയും കിം ജോങ് ഉന്നിനെയും അറിയിക്കുക. ഷിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ട്രംപ് ബുധനാഴ്ച സോഷ്യലിലൂടെ ഇത് വ്യക്തമാക്കിയത്. അധിനിവേശ ജാപ്പനീസ് സേനയെ പുറത്താക്കുന്നതിൽ US നൽകിയ പിന്തുണയെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് യുദ്ധകാല ചരിത്രം തിരുത്തി എഴുതാനാണ് ചൈനയുടെ ശ്രമമെന്നും അതിൽ അതൃപ്തിയുണ്ട് എന്നുമാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. ഒട്ടേറെ അമേരിക്കക്കാർ ചൈനയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ടെന്നും അവരുടെ ധീരതയും ത്യാഗവും അർഹിക്കുന്ന വിധത്തിൽ സ്മരിക്കപ്പെടുമെന്നും ട്രംപ് കുറിച്ചു. ചൈനീസ് ജനതയ്ക്ക് ആശംസ അറിയിക്കുവാനും ട്രംപ് മറന്നില്ല. തനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ലെന്നും രാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം തങ്ങളുടേതാണ്. അവർ ഒരിക്കലും തങ്ങൾക്കെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കില്ല എന്ന കാര്യത്തിൽ കൃത്യമായ ഉറപ്പുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. തിങ്കളാഴ്ച പുതിനുമായി നടത്തിയ ചർച്ചയിൽ ചൈനയെയും റഷ്യയെയും രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയികളായ ശക്തികൾ എന്ന് ഷീ വിശേഷിപ്പിച്ചിരുന്നു. US-ന്റെ പങ്കിനെക്കുറിച്ച് ഷീ പരാമർശിച്ചിരുന്നില്ല. മിസൈലുകൾ, ആധുനിക യുദ്ധവിമാനങ്ങൾ, മറ്റ് നൂതന ആയുധങ്ങൾ എന്നിവ അണിനിരത്തി സൈനിക പരേഡ് ആഗോളതലത്തിൽ ശക്തി പ്രകടിപ്പിക്കാനുള്ള ചൈനയുടെ ഏറ്റവും പുതിയ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചില ആയുധങ്ങൾ ആദ്യമായാണ് ചൈന പരസ്യമായി പ്രദർശിപ്പിച്ചിരുന്നത്. പരേഡിന് നേതൃത്വം നൽകിയ ഷീ സായുധ സേനയെ പ്രശംസിക്കുകയും ചൈനയുടെ ഉയർച്ചയെ തടയാനാവില്ല എന്ന് പറയുകയും ചെയ്തു. പുതിനും കിങ്ങും ചൈനീസ് നേതാവിനൊപ്പമാണ് ഉണ്ടായിരുന്നത്. ഇത് ആദ്യമായാണ് 3 രാഷ്ട്രത്തലവന്മാരും ഒരുമിച്ച് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച